അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സലഫി മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള നമ്മളുടെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. സലഫി പ്രസ്ഥാനവും അവരുടെ മൻഹജും വിവിധ കാഴ്ചപ്പാടുകളും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വരികയാണ്. സലഫി മൂവ്മെൻറ്റിനെ തന്നെ അടിയാധാരമായി അവർ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സലഫു സാലിഹ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. സലഫു സാലിഹ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സലഫി എന്ന് പറയുന്ന വിഭാഗം എന്ന് ഇന്ന് അറിയപ്പെടുന്ന വിഭാഗത്തിൻ്റെ മാത്രമല്ല, ലോക മുസ്ലിം സമൂഹത്തിൻ്റെ തന്നെ പ്രധാന ഒരാശയം തന്നെയാണ്. എന്നാൽ നമ്മൾ സവിശേഷമായി സലഫി പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സലഫി മൂവ്മെൻറ്റ് എങ്ങനെയാണ് സലഫു സാലിഹ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ ചർച്ച ചെയ്യുന്നത്, ഈ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം സമൂഹത്തിലുള്ള വിവിധ ഗ്രൂപ്പുകളോടുള്ള അവരുടെ സമീപനം എന്താണ് എന്നതിലാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഈ ഒരു വിഷയത്തിൻ്റെ ആദ്യം എന്ന നിലയിൽ ആരാണ് സലഫു സാലിഹ്, അവരുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്, അവരെക്കുറിച്ച് മുൻഗാമികളായ പണ്ഡിതന്മാർ എന്താണ് പറഞ്ഞത്, അതിൽ നിന്ന് വന്ന് പിന്നീട് സലഫി പ്രസ്ഥാനങ്ങളുടെ സലഫി മൂവ്മെൻറ്റിൻ്റെ പൊതുവായ ഈ വിഷയത്തോടുള്ള കാഴ്ചപ്പാടുകൾ എന്താണ്, അതിനെ തുടർന്നുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ വിഭാഗങ്ങളെ എങ്ങനെയാണ് സലഫി പ്രസ്ഥാനങ്ങൾ കണ്ടത് എന്നതായിരിക്കും നമ്മളുടെ ചർച്ചയുടെ ഒരു ആകത്തുക. അതുകൊണ്ട് തന്നെ നമുക്ക് സലഫു സാലിഹ് എന്ന് പറയുന്ന ആ ഒരു സമൂഹത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമായി വരുന്നു. ലോക ഇസ്ലാമിക സമൂഹം അവരുടെ മാതൃകയായി പ്രധാനമായും കാണുന്നത് തന്നെ ഈ സലഫു സാലിഹ് എന്ന് വിളിക്കപ്പെടുന്ന സമൂഹത്തെയാണ്. നമുക്കറിയാം, വിവിധ ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം എണ്ണിപ്പറയുന്നുണ്ട്. അസ്ഹാബി കന്നുജൂം, എൻ്റെ സ്വഹാബത്ത് എന്ന് പറയുന്നത് താരങ്ങളെ പോലെയാണ് എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. നക്ഷത്രങ്ങളെ പോലെ ആ ഒരു പദവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല തലമുറ എന്ന് പറയുന്നത് എൻ്റെ തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനും എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം സ്വഹാബികളെയും പിന്നെ താബികളെയും, സ്വാബികൾക്ക് ശേഷമുള്ള തലമുറയും അതിനുശേഷമുള്ള താബികളെയും പ്രത്യേകം എണ്ണി പറയുന്നതും നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്ത് എല്ലാ വിഭാഗങ്ങളും ഏറിയും കുറഞ്ഞുമായ രീതിയിൽ ഈ സലഫു സാലിഹീങ്ങളെ അവരുടെ പ്രമാണത്തിൻ്റെ അടിസ്ഥാനമായി സ്വീകരിക്കുന്നുണ്ട് എന്നത് അനിഷേധ്യമായ വസ്തുതയാണ്. പക്ഷേ പിന്നീട് വിവിധ ചരിത്രപരമായ കാരണങ്ങളാൽ, രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ഈ ഒരു സലഫു സാലിഹീങ്ങളുള്ള സമീപനം അതിൽ വ്യത്യാസം വരുന്നത് നമുക്ക് പിന്നീട് കാണാം. അത് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ആദ്യം ഈ സലഫു സാലിഹ്യങ്ങൾ എന്ന് നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആനിൽ അൻസാരികളെയും മുഹാജിറുകളെയും പരാമർശിക്കുന്ന വിവിധ ആയത്തുകൾ, സൂറ തൗബയെ പോലെ ആയത്തുകൾ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള വിശ്വാസികളെ കൂടുതൽ ഊന്നി പറയുന്ന സൂറ മുഹമ്മദ് പോലുള്ള സൂറത്തുകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ ആ വിശ്വാസികളെ തർബിയത്തും തസ്കിയത്തും നൽകിക്കൊണ്ട് സൂറ ഹുജറാത്ത് പോലുള്ള സൂറത്തുകളിൽ പ്രത്യേകം അവരെ സംസ്കരിച്ച് കൊണ്ടുവരുന്നത് നമുക്ക് കാണാം. മക്കി സൂറത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചിരുന്ന സ്വഹാബികളെ അവരെ പ്രത്യേകം എടുത്ത് പറയുകയും, അതായത് സൂറത്തു ദഹർ അല്ലെങ്കിൽ സൂറത്തുൽ ഇൻസാൻ പോലുള്ള സൂറത്തുകളിൽ അവരുടെ സവിശേഷതകൾ എടുത്ത് പറയുകയും അവരുടെ സ്വഭാവ മഹിമകൾ പ്രത്യേകം പരാമർശിക്കുന്നതും നമുക്ക് കാണാം. മക്കീ സൂറത്തുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന അനുചരന്മാരായ മുഹാജിറുകളെ സംസ്കരിക്കുന്ന രീതികൾ നമുക്ക് കാണാം. പിന്നീട് മദീനയിലെത്തുമ്പോൾ അവരെ സഹായിച്ച അൻസാരികളെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് അവരെ കൂടുതൽ സംസ്കരിക്കുന്ന മറ്റുള്ള ആയത്തുകളും നമുക്ക് കാണാം. അങ്ങനെ ഈ പരാമർശങ്ങളിലൂടെ സ്വഹാബികളുടെ സ്ഥാനമാനത്തെ പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ സവിശേഷമായ പരിഗണന നൽകിക്കൊണ്ട് പരാമർശിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ തലമുറയെ, സ്വഹാബത്തിനെ പ്രത്യേകം അത് ആദരിക്കുകയും അവരുടെ സംഭാവനകളെ അത് എടുത്തു പറയുകയും അത് ഇനി വരുന്ന തലമുറയ്ക്കെല്ലാം അതൊരു മാതൃകയായി മാറണം എന്ന തരത്തിലുള്ള
ഒരു നിർദ്ദേശം നൽകുന്നത് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞല്ലോ, തറക്തു ഫീക്കും അംറൈൻ, നിങ്ങൾക്കിടയിൽ ഞാൻ 2 കാര്യങ്ങളാണ് ഉപേക്ഷിച്ച് പോകുന്നത്. അതിൽ ഒന്ന് ഖുർആനും മറ്റൊന്ന് സുന്നത്തുമാണ്. സുന്നത്തിൻ്റെ ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരൊക്കെ അംഗീകരിച്ചുവോ ആരൊക്കെ ആദരിച്ചുവോ അവരെയൊക്കെ ആദരിക്കുകയും അവരെയൊക്കെ മോഡലായി സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ സ്വഹാബികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനം എന്ന നിലയിൽ അതിനുശേഷം വന്ന താബികളെയും അതിനുശേഷമുള്ള താബികളെയും ഒരു സുവർണ കാലഘട്ടമായി സച്ചരിതരായ മുൻഗാമികൾ എന്ന നിലയിൽ വിശ്വാസ സമൂഹം എല്ലാവരും ചില വ്യത്യാസങ്ങളോട് കൂടി തന്നെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു തരത്തിലാണ് ഇസ്ലാമിൻ്റെ എല്ലാ തിയറികളിലും എല്ലാ പ്രാക്ടിക്കലായ തീരുമാനങ്ങളിലും ശരീഅത്തിൻ്റെ ലീഗൽ തിയറികളിലാവട്ടെ എല്ലാത്തിലും സലഫു സാലിഹ് എന്ന് പറയുന്നത് വിശ്വാസികളുടെ പ്രധാനമായ പ്രമാണമായി മാറുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരുടെ ഖുർആനിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലൂടെയും സീറകളിലൂടെയും അതുപോലെ തന്നെ സ്വഹാബികളുടെ ചരിത്രത്തിലൂടെയും കടന്നു പോകുമ്പോൾ അവരുടെ ചില സ്വഭാവ സവിശേഷതകൾ നമുക്ക് ഈ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകം എടുത്തു പറയുന്നത് കാണാം. കാരണം എന്താണ് സലഫി പ്രസ്ഥാനം പറയുന്നത് എന്നത് മനസ്സിലാക്കണമെങ്കിൽ സലഫു സാലിഹീങ്ങൾ എന്തായിരുന്നു എന്ന് പറയുന്ന വിശദീകരണങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയാണ്. അതുകൊണ്ട് അവരുടെ സ്വഭാവങ്ങൾ നമുക്ക് വ്യക്തമായി അറിയേണ്ടതുണ്ട്. ഒന്ന്, ഖുർആനും സുന്നത്തിനുമുള്ള അണുകിട വിടാതെയുള്ള അവരുടെ അനുസരണവും കീഴ്വണക്കവുമായിരുന്നു പ്രധാനമായും നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. അതിൻ്റെ കൂടെ തന്നെ തൗഹീദ് എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു ചിന്തയോ ഒരു സ്വഭാവമോ ഒരു ജീവിത രീതിയോ അവർ സ്വീകരിച്ചില്ല എന്ന് നമുക്കറിയാം. അതിൻ്റെ കൂടെ ഈ ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്ന് പറയുന്ന ഖുർആൻ്റെ പ്രധാന കൺസെപ്റ്റും സ്വീകരിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നല്ല സ്വഭാവവും ആ സ്വഭാവത്തിൻ്റെ ഭാഗമായി ഒരു നല്ല അദബും അവരുടെ, അതായത് ജീവിതത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അദബും അവർ കൈക്കൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ വിജ്ഞാനത്തോടും അതിൻ്റെ കൂടെ ആ വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല സ്വഭാവം വാർത്തെടുക്കാനുള്ള അവരുടെ താല്പര്യത്തെയും നമുക്ക് കാണാം. അതായത് അഹ്ലുസുഫ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നല്ലോ. എപ്പോഴും നബിയോട് കൂടെ ഇഴചേർന്ന് ജീവിച്ചിരുന്ന ഒരു വിഭാഗം. അത് വിജ്ഞാനത്തിൻ്റെ കാര്യത്തിലാവട്ടെ, ഇബാദത്തിൻ്റെ കാര്യത്തിലാവട്ടെ, നബിയുടെ സ്വഹബത്തിൻ്റെ, നബിയുടെ സാമീപ്യത്തിൻ്റെ കാര്യത്തിലാവട്ടെ, അതുപോലെ തന്നെ നബിയുടെ കൽപ്പനകൾ പിൻപറ്റുന്നതിൻ്റെ കാര്യത്തിലാവട്ടെ, അവരുടെ ഹ്യൂമിലിറ്റിയുടെയും അവരുടെ ഹംബിൾനെസ്സിൻ്റെയും വിനയത്തിൻ്റെയും അവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതേപടി പകർത്താനുള്ള അവരുടെ താല്പര്യത്തിൻ്റെയും കാര്യത്തിലാവട്ടെ, ഈ വിഭാഗം പ്രത്യേകിച്ച് സ്വഹാബത്തിൻ്റെ ആ ഒരു മാതൃക നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന, ജീവിതത്തെ മുഴുവനും വളരെ ഗൗരവത്തോടുകൂടി കാണുന്ന, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ ഒരു ഹയാവും ലജ്ജയും ഹിക്മത്തും വിവേകവും യുക്തിയും ജ്ഞാനവും നിറഞ്ഞ ഒരു ജീവിതം അവർ നമ്മൾക്ക് മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായ ഗുണമായി പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ ആഖിറത്തിനെക്കുറിച്ചുള്ള അവരുടെ ധാരണയും നമുക്ക് ഇതിൻ്റെ കൂടെ എണ്ണി പറയേണ്ടതുണ്ട്. ആഖിറത്ത് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തെ എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത്, ആഖിറത്ത് എന്ന് പറയുന്ന ചിന്തയില്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ജീവിത രീതിയില്ല എന്ന് മനസ്സിലാക്കിയവരായിരുന്നു അവർ. അതിൻ്റെ കൂടെ തന്നെ ഖുർആൻ അവരെ ഇഖ്വാൻ ഫിദ്ദീൻ, ഈ ദീനിലെ സഹോദരന്മാർ എന്നാണല്ലോ ആക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ നിത്യജീവിതത്തിൽ സാഹോദര്യത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഉദാഹരണമായി, മോഡലായി നമുക്ക് ഈ സലഫ് സാലിഹ്യങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ തീവ്രതകളൊന്നുമില്ലാതെ, അതായത് ജീവിതത്തിൽ ഒരു അടവ് നയങ്ങളോ ഒരു അവധാനതയോ, അതായത് മടിയോ അല്ലെങ്കിൽ തീവ്രതയോ കാണിക്കാതെ വസത്തിയായ ബാലൻസ്ഡായ ഒരു ജീവിത നിലവാരം, ജീവിത രീതിയും കാണിച്ചു തന്നവരെന്ന നിലയിൽ നമുക്ക് സലഫ് സാലിഹ്യങ്ങളുടെ ജീവിതത്തെ വിലയിരുത്താൻ പറ്റും. അതിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ അകറ്റി നിർത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതും അനുവദിച്ചതും മൗനം അവലംബിച്ചതും അതെല്ലാം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും, എന്നാൽ ഒരു പുതിയൊരു കാര്യം, അതായത് ഇബാദത്തിൻ്റെ കാര്യത്തിൽ, ആരാധനയുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതല്ലാതെ
ഒന്നും ജീവിതത്തിലേക്ക് കടത്തി കൊണ്ടുവരാത്ത ഒരു വിഭാഗം എന്ന നിലയിലും അതിൻ്റെ കൂടെ സമൂഹത്തിൽ ഒരു തരത്തിലുമുള്ള വിഭാഗ്യത സൃഷ്ടിക്കാൻ പാടില്ല എന്ന് ചിന്തിച്ചവരെന്ന നിലയിലും നമുക്ക് സലഫ് സാലിഹ്യങ്ങളെ കാണാം. അവസാനത്തെ ഈ പറയുന്ന പാർട്ടിസൺഷിപ്പുമായി ബന്ധപ്പെട്ട വിഭാഗ്യതയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ അത് സലഫ് സാലിഹ്യങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം നമുക്കറിയാം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്തോടു കൂടി അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സ്വഹാബികൾ തന്നെ പലതരത്തിൽ പല വിഭാഗങ്ങളായി തിരിക്കപ്പെട്ട ഒരു പശ്ചാത്തലവും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം, അതായത് അവരുടെ വിഭാഗീയതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലവും കൂടെ മുന്നിൽ വെച്ചുകൊണ്ട് വേണം സംസാരിക്കാൻ. എന്നാൽ പോലും വിവിധ വിഭാഗങ്ങളായി മാറി, പ്രത്യേകിച്ച് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്തുണയ്ക്കുന്ന വിഭാഗം എന്ന നിലയിലും ആയിഷ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വിഭാഗം എന്ന നിലയിലും മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെയും കൂടെ നിൽക്കുന്ന വിഭാഗം എന്ന നിലയിലും വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ തരത്തിലുള്ള ഒരു ബന്ധം അപ്പോഴും അവർക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നും, അതായത് തൻ്റെ എതിർ വിഭാഗത്തെ അവർ ഒരു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ തന്നെ അഭിപ്രായം നമുക്ക് കാണാം. എതിർ വിഭാഗമാണെങ്കിലും അവരും ഒരുപക്ഷെ സത്യത്തിൻ്റെ വഴിയിലാവാം എന്ന് പോലും നമുക്ക് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായ ചില റിപ്പോർട്ടുകളുണ്ട്. ആ തരത്തിൽ എതിർ വിഭാഗത്തെ പോലും നന്മയുടെ വഴിയിലാവാം എന്ന് പറയുന്ന ഒരു നിലപാട് പോലും സൂക്ഷിച്ചവരായിരുന്നു. ഈ തരത്തിൽ ജീവിതത്തെ മുഴുവനും ഇസ്ലാമിൻ്റെ ഈമാനിൻ്റെയും അടിസ്ഥാനത്തിൽ വാർത്തെടുത്ത ഒരു വിഭാഗം എന്ന നിലയിൽ അവരുടെ സ്വഭാവ സവിശേഷതകളാണ് സലഫ് സാലിഹ്യങ്ങളെ ഇത്രയും പ്രധാനമുള്ള ഒരു വിഭാഗമാക്കി മാറ്റിയത്. അതിൻ്റെ കൂടെ ഇസ്ലാമിക ചരിത്ര രചനകളിൽ പിന്നീട് വന്ന സമൂഹം ഈ സലഫ് സാലിഹ്യങ്ങളെ കണ്ടതിനെയും കൂടി നമുക്ക് കാണാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മളെടുത്ത ചില ഗുണങ്ങളാണ്. എന്നാൽ പിന്നീട് വന്ന പണ്ഡിതന്മാർ അവരെ കണ്ട രീതിയും കൂടി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അതായത് സലഫികൾ ആരാണ്, അല്ലെങ്കിൽ സലഫ് സാലിഹ്യങ്ങൾ ആരാണ് എന്ന് സംസാരിക്കുന്ന ഭാഗത്ത് പിന്നീട് വന്ന പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അത് ഒന്നാമത്തെ ഗുണമായി പറയുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്നുള്ളതാണ്. ഈ ഒരു വിഷയം നമ്മൾ വിശദമായി പിന്നീട് സംസാരിക്കുന്നതായിരിക്കും. എന്നാൽ അവരുടെ സ്വഭാവം, അവരുടെ സവിശേഷത എന്ന നിലയിൽ അതെടുത്ത് പറയുന്നു എന്ന് മാത്രം. അതായത് സുന്നത്തിന് വേണ്ടിയിട്ടും മുസ്ലിം സമൂഹത്തിൻ്റെ ജമാഅത്തിന്, സംഘാടനത്തിനും ഐക്യത്തിനും വേണ്ടിയും പ്രവർത്തിച്ചവർ എന്ന നിലയിൽ നമുക്ക് സലഫു സാലിഹ്യങ്ങളെ പ്രത്യേകം പരിഗണിക്കാം, അല്ലെങ്കിൽ പ്രത്യേകം മനസ്സിലാക്കാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം അവരോട് പറഞ്ഞിരുന്നു, ഇയ്യാക്കും വൽ ജമാ, നിങ്ങൾക്ക് ഐക്യബോധം നിങ്ങൾക്കുണ്ടാവണം. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുന്നവരാണെന്ന് പറയുന്ന ഖുർആൻ വാക്യങ്ങളുണ്ട്. നിങ്ങൾക്കിടയിൽ വിഘടനം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ സൂക്തങ്ങളുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവിധ തരത്തിൽ ജമാഅത്തിനെ കുറിച്ച്, സംഘാടനത്തെക്കുറിച്ച് നിരവധി തവണ പറഞ്ഞതും നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു ബോധം നിലനിർത്തിയ വിഭാഗം എന്ന നിലയിൽ സലഫു സാലിഹ്യങ്ങളുടെ ഒരു പ്രധാന സവിശേഷത നമുക്ക് കാണാം. മറ്റൊന്ന്, അവരെ വിളിക്കപ്പെടുന്ന മറ്റൊരു പേരാണ് അസ്ഹാബുൽ ഹദീസ്, ഹദീസിൻ്റെ ആൾക്കാർ എന്ന പേരിൽ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയും തൻ്റെ സമൂഹത്തെ, തൻ്റെ കൂടെയുള്ളവരെ വിശദീകരിച്ചത് അവർ നബിയുടെ പാരമ്പര്യത്തെ, അസറിനെ പിൻപറ്റുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ അസറിനെ, പാരമ്പര്യത്തെ പിൻപറ്റുന്നവരായതുകൊണ്ട് നിങ്ങളും അതിനെ പിൻപറ്റേണ്ടവരാണ് എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമുക്ക് കാണാം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇസ്ലാമിക് സ്റ്റഡീസിൽ അസരികൾ അല്ലെങ്കിൽ ആസാരികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തന്നെ രൂപപ്പെട്ടത്. അതായത് സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിഷയങ്ങളെ കാണുന്ന നിയമം രൂപീകരിക്കുന്ന ഒരു വിഭാഗം എന്ന നിലയിൽ അസാരികൾ എന്ന പേരിൽ തന്നെ ഒരു ഗ്രൂപ്പ് രൂപപ്പെട്ടത് നമുക്ക് കാണാം. അതായത് ഈ ഒരു പദം പോലും സലഫു സാലിഹിൻ്റെ മറ്റൊരു സവിശേഷതയായിട്ടാണ് ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത്. മറ്റൊന്നാണ് അഹ്ലുൽ ഹദീസ്. അതായത് ഹദീസിൻ്റെ ആൾക്കാർ ജീവിതം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടുകൊണ്ട് അത് ജീവിതത്തിൽ നടപ്പിലാക്കുകയും അതുകൊണ്ട് തന്നെ നിങ്ങളും അവരെ പിൻപറ്റണമെന്ന് പറയുന്ന തിർമിദി, ഇബ്നു മാജ, ഇമാം അഹ്മദ് പോലുള്ള പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളുണ്ട്. ഹദീസിനെ പിൻപറ്റുന്ന ആൾക്കാരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പ്രത്യേകം സവിശേഷിപ്പിക്കുന്നുണ്ട്, വിശേഷണം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അഹ്ലുൽ ഹദീസ് എന്ന പേരിലും നമുക്ക് കാണുവാൻ പറ്റും. അതുപോലെ തന്നെ നേരത്തെ വിശദീകരിച്ചതുപോലെ
അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന പേരിൽ ഒരുപക്ഷെ നമുക്ക് ഏറ്റവും വിവാദവും ഏറ്റവും പ്രധാനമായ ഒരു ഹദീസ് ഉണ്ടല്ലോ. അതായത് മുസ്ലിം സമൂഹം ബനു ഇസ്രായേലികൾ ഇത്രയും 71 വിഭാഗങ്ങൾ ഉണ്ടായതുപോലെ മുസ്ലിം സമൂഹത്തിൽ അതുപോലെ 72 വിഭാഗങ്ങൾ ഉണ്ടാകും എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതിലൊരു വിഭാഗം മാത്രമായിരിക്കും സ്വർഗത്തിൽ പോവുക, അത് അവരായിരിക്കും അൽ ജമാഅത്ത് എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഹദീസ് ഒരിക്കലും മുസ്ലിം സമൂഹത്തിലുണ്ടായ ഗ്രൂപ്പുകളെ കുറിച്ചല്ല. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അഖീദയിൽ വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടാകുമെന്നതാണ്, അതിനെക്കുറിച്ചാണ്, അല്ലാതെ സംഘടനകളെക്കുറിച്ചല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണമെന്ന് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പിന്നീട് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കുന്നതായിരിക്കും. ഞാനിവിടെ പരാമർശിക്കാൻ കാരണം ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്, അസ്ഹാബുൽ ഹദീസ്, അതുപോലെ തന്നെ അഹ്ലുൽ ഹദീസ് എന്നൊക്കെ പദപ്രയോഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠങ്ങളിൽ നിന്ന് പിൻഗാമികൾ ഈ സലഫ് സാലിഹ്യങ്ങൾക്ക് വിശേഷിപ്പിച്ച പദപ്രയോഗങ്ങളാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നേരത്തെ നമ്മൾ വിശദീകരിച്ചിരുന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അത് പറഞ്ഞു, എൻ്റെ ഖൗമാണ് ഏറ്റവും നല്ല ഖൗമ്, ഈ ഖൗമിനെ പിൻപറ്റുന്നവർ അഥവാ എൻ്റെ ജനറേഷനാണ് ഏറ്റവും നല്ല ജനറേഷൻ എന്നും സുമ്മല്ലദീന യലൂനഹും എന്ന് പറയുന്ന ഇമാം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമ്മുടെ മുമ്പിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണക്കിടക്കയിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുന്നൊരു വർത്തമാനമുണ്ട്, ഫത്തഖില്ലാ വസ്ബിരി ഫഇന്ന നിഅമസ് സലഫു അനാലക് ഫഇന്നി നിഅമസ് സലഫു അനാലക്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നുണ്ട്, അള്ളാഹുവിനെ സൂക്ഷിക്കുക, ക്ഷമ അവലംബിക്കുക, സ്ഥൈര്യം അവലംബിക്കുക, നിന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സലഫ് ഞാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പദപ്രയോഗം നമുക്ക് ഹദീസുകളിലും കാണാം. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് തന്നെ പിന്നീട് അബു ആലിയെ പോലെ ഇമാം ഔസായിനെ പോലുള്ള ആൾക്കാരൊക്കെയും സലഫു സാലിഹ്യങ്ങളുടെ വിശേഷണങ്ങൾ അവരുടെ രചനകളിൽ പറയുന്നത് നമുക്ക് കാണാം. അവരുടെ സലഫു സാലിഹ്യങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികളാണ് നമ്മൾ പിന്തുടരേണ്ടതെന്നും അത് എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും അത് ഒഴിവാക്കാൻ പാടില്ല എന്നും ഈ മഹാന്മാരായ മുൻഗാമികളായ പണ്ഡിതന്മാർ എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഇമാം ബർബാഹരി അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഇസ്ലാം എന്ന് പറയുന്നാൽ അത് സുന്നത്താണ്, നബിയുടെ സുന്നത്താണ്. സുന്നത്തെന്ന് വെച്ചാൽ അതാണ് ഇസ്ലാം. ഇതില്ലാതെ മറ്റൊരാൾക്ക് ഇസ്ലാമിനെ കൊണ്ടു നടക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുന്നത്തെന്ന് പറയുന്നത് സുന്നത്തിൽ ഈ സലഫു സാലിഹ്യങ്ങളെക്കുറിച്ചുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കുകൾ ഉൾക്കൊള്ളാത്ത ഒരാൾക്ക് സുന്നത്തിനെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഇമാം ഔസായി അദ്ദേഹവും ഈ ഒരു വിഷയം പറയുന്നുണ്ട്. സലഫു സാലിഹ്യങ്ങളുടെ ഇസ്ലാമിൻ്റെ വിശദീകരണങ്ങൾ തീർച്ചയായും നമ്മൾ അത് അനുകരിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമാണെന്ന് അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്. ഈ തരത്തിലാണ് മുൻകാല പണ്ഡിതന്മാർ സലഫു സാലിഹ്യങ്ങളെ അവരുടെ അടിസ്ഥാനമായി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ അഹ്മദ് ബിൻ മുഹമ്മദ് അൽ ഖൽഷാനി അദ്ദേഹവും ഈ ഒരു വിഷയവും സലഫു സാലിഹ്യങ്ങളുടെയും അവരുടെ പ്രത്യേകതകളെക്കുറിച്ചും അവരുടെ വിജ്ഞാനത്തിലുള്ള ഇൽമിലുള്ള അവരുടെ ഒരു താല്പര്യത്തെക്കുറിച്ചും സുന്നത്ത് ജീവിതത്തിൽ നടപ്പിലാക്കാനുള്ള അവരുടെ ഈ തൃഷ്ണയെക്കുറിച്ചും അവരുടെ ആഗ്രഹത്തെക്കുറിച്ചും പ്രത്യേകം എടുത്ത് പറയുന്നത് കാണാം. അതുകൊണ്ട് തന്നെ അവരെ പിൻപറ്റണം, എന്നാൽ മാത്രമേ അള്ളാഹുവിൻ്റെ വഴിയിൽ നമുക്ക് പിന്തുടരാൻ കഴിയുള്ളൂ എന്ന് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. ആധുനിക സലഫി പണ്ഡിതനായ ഇമാം ഇബ്നു ബാസ് തന്നെ ഈ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അദ്ദേഹം ഈ സലഫി എന്നുള്ള പേരിലേക്ക് സലഫിനെ ചേർക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നത് സലഫാണ് ഏറ്റവും നല്ല ജനറേഷൻ എന്ന് പറയുന്നത്. അവരുടെ ആരൊക്കെയോ ആ മാർഗത്തിൽ പിൻപറ്റുന്നു അവരെയാണ് സലഫി എന്ന് വിളിക്കുന്നത്. അതിനൊക്കെയും ഈ സലഫുകൾക്കെതിരെ ഒരു കാഴ്ചപ്പാട് തന്നെ രൂപപ്പെട്ടത് പിന്നീടാണിത് ഖലഫിൻ്റെ പിൻഗാമികളുടെ കാലത്താണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് മുൻഗാമികളുടെ വഴികളെ പിൻപറ്റുന്നവനെയാണ് സലഫി എന്ന് വിശദീകരിച്ചുകൊണ്ട് അങ്ങനെ സലഫി മൂവ്മെൻറ്റിൻ്റെ ഒരു അടിത്തറയായി ഷെയ്ഖ് ഇബ്നു ബാസ് സലഫ് സാലിഹ്യങ്ങളെ കാണുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ തരത്തിലാണ് സലഫ് സാലിഹ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കൂടെയാണ് നമ്മളുടെ അടുത്ത വിഷയം വരുന്നത്. സലഫി വിഭാഗക്കാർ ഈ ഒരു സലഫു സാലിഹീങ്ങളെ അല്ലെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെങ്ങനെയാണ് കണ്ടത് എന്ന് പറയുന്നുണ്ട്. സലഫി എന്നാൽ സലഫികളുടെ ഒരു പൊതുവായ നിലപാടിനെ കുറിച്ചാണ് ഇനി ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. സലഫി
രചനകളിൽ സലഫി ചിന്തകളിലും അവരുടെ വൈജ്ഞാനിക വ്യവഹാരങ്ങളിലും അവരുടെ അവകാശവാദങ്ങളിലും ചർച്ചകളിലുമെല്ലാം അവർ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സലഫു സാലിഹ്യങ്ങളുടെ ജീവിത രീതികളും മാർഗവും എല്ലാം ഒരു തരത്തിലുമുള്ള തെറ്റുകളും കറപ്ഷനുമില്ലാതെ, ഒരു തരത്തിലുള്ള ബിദ്അത്തുകളോ ഒരു തരത്തിലുള്ള വലാലത്തോ അതായത് വഴി പിരിയലോ ഇല്ലാതെ അതേപടി പിൻപറ്റുന്നവനാണ് സലഫി എന്ന് സലഫി അപ്രോച്ച് അവർ വിശദീകരിക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം നമുക്ക് കാണാം, നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ സലഫുകളുടെ കുറിച്ചിട്ടുള്ള ആദ്യത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഇമാം സംആനി അദ്ദേഹം പറഞ്ഞിരുന്നു സലഫി എന്നുള്ള പദപ്രയോഗം 12-ാം നൂറ്റാണ്ടിൽ തന്നെ അദ്ദേഹത്തിൻ്റെ രചനയിൽ നമുക്ക് കാണാം. കിതാബുൽ അൻസാബിൽ അദ്ദേഹം അത് പറയുന്നുണ്ട്. എന്നാൽ അതിനു മുമ്പ് തന്നെ 10-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ഇബ്നു ഖലഫ് അദ്ദേഹം ഇസ്മായിൽ ഇബ്നു ഹമ്മാദ് എന്ന് പറയുന്ന പണ്ഡിതനെ അദ്ദേഹം ശരിയായ സലഫിയാണ് എന്നുള്ള പദപ്രയോഗം തന്നെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. അതും പോരാതെ ഇമാം ദഹബി, അറിയപ്പെട്ട ഫഖീഹായ ഇമാം ദഹബി, അദ്ദേഹത്തിൻ്റെ തന്നെ രചനയിൽ അതായത് കിതാബ് സിയറുൽ അലാമുൻ നുബല എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രചനയിൽ ഇമാം ദാറുഖുത്നി എന്ന് പറയുന്ന മുഹദ്ദിസിനെ കുറിച്ച് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ശരിയായ സലഫി ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം ലം യദ്ഖുലുർ റജുലു അബദൻ ഫി ഇൽമിൽ കലാം വലാ ജിദാൽ. അദ്ദേഹം പറയുന്നത് ഈ ദാറുഖുത്നി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ ഒരിക്കലും ഇൽമുൽ കലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇടപെടുകയോ ആ വിഷയത്തിലുള്ള തർക്കകുതർക്കങ്ങളിൽ ഇടപെടുകയോ ചെയ്തിരുന്നില്ല. വലാ ഖാദും ഫി ദാലിക, അങ്ങനെ അങ്ങോട്ട് പ്രവേശിക്കുക പോലും അദ്ദേഹം ചെയ്തിരുന്നില്ല. ബൽ കാന സലഫിയൻ, പക്ഷേ എന്നാൽ അദ്ദേഹം ശരിയായ സലഫിയായിരുന്നു എന്നാണ്. ഇത് ഞാൻ പറയുന്നത് എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ് നോക്കുക. ഏകദേശം 12 നൂറ്റാണ്ടിലെ ആ ഒരു സാഹചര്യത്തിലാണ് ഇത് പറയുന്നത്. ഈ സലഫി എന്നുള്ള പദപ്രയോഗത്തെ അവരെല്ലാം അന്ന് കണ്ടത് സലഫു സാലിഹീങ്ങിനെ പിൻപറ്റുന്ന ആൾ എന്ന തരത്തിലാണ്. അതായത് ഇതൊരു മോഡേൺ ടേമാണ് എന്ന് പറയുന്ന വാദത്തിനെ തിരുത്തുന്ന പദപ്രയോഗം കൂടിയിട്ടാണിത്. അതേപോലെ തന്നെ 13-ാം നൂറ്റാണ്ടിലെ സലഫി ചിന്താധാരയുടെ തന്നെ പ്രധാന നേതാക്കൾ എന്ന് പൊതുവെ കരുതപ്പെടുന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പോലും ഈ സലഫി എന്ന് പറയുന്ന ആ പദത്തെ സ്വന്തത്തോട് ചേർക്കുന്നത് വളരെ നല്ലതാണെന്നും അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്. അതിൽ ലാ ഗൈബ അലാമൻ അൽഹറ മദ്ഹബ് സലഫ് വൻ തസബ ഇലൈഹി, അതായത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഒരിക്കലും തന്നിലേക്ക് ആ മദ്ഹബിലേക്ക് ചേർത്ത് വെക്കുന്നതോ അതിലേക്ക് ചേർത്ത് പറയുന്നതൊന്നും ഒരു ഗൈബും ഒരു കുഴപ്പവുമില്ല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തന്നെ അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതായത് ഒരാൾ സലഫി, അതിനെ സലഫി പണ്ഡിതന്മാർ സലഫി എന്ന് വിളിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് ഇബ്നു തൈമിയ പറഞ്ഞത് എന്ന രീതിയിൽ അദ്ദേഹത്തെ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സലഫി രചനകളിലും ചിന്തകളിലും അവർ പ്രധാനമായി എടുത്ത് പറയുന്നത് സലഫി എന്നോ സുന്നി എന്നോ അസരി എന്നോ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് എന്നോ അസ്ഹാബുൽ ഹദീസ് എന്നോ അല്ലെങ്കിൽ അഹ്ലുൽ ഹദീസ് എന്നോ എന്നൊക്കെ വിളിക്കുന്നത് ഏകദേശം തുല്യം തന്നെയാണ്. അത് എല്ലാം ഒരേ അർത്ഥം തന്നെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആരെങ്കിലും അതിൽ ആ ഒരു വിഭാഗത്തിൽ പെട്ടു എന്നതുകൊണ്ട് എല്ലാവരും സലഫ് സാലിഹിൻ്റെ മാർഗത്തിലാവണമെന്നില്ല. പകരം ആ ഒരു ജീവിതം ജീവിക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ സലഫി എന്ന് വിളിക്കാൻ അർഹതയുള്ളൂ എന്ന് പ്രത്യേകം പറയുന്നത് നമുക്ക് കാണാം. ഈ ഷെയ്ഖുൽ ഇബ്നു ബാസും ആ ഒരു വിഷയത്തിൽ പ്രത്യേകം നേരത്തെ പറഞ്ഞതുപോലെ എടുത്തു പറയുന്നുണ്ട്. അതായത് സലഫു സാലിഹ്യങ്ങളുടെ മാർഗത്തിൽ ആരൊക്കെയുണ്ടോ അവരാണ് ശരിയായ സലഫികളെന്ന് അദ്ദേഹം വീണ്ടും അതെടുത്ത് പറയുന്നത് നമുക്ക് കാണാം. ഈ തരത്തിൽ സലഫി അപ്രോച്ച് പ്രകാരം സലഫു സാലിഹീൻ്റെ ജീവിതത്തെയും അവരുടെ ചിന്തയെയും അവരുടെ ചിട്ടകളെയും അവരുടെ ശീലങ്ങളെയും അവർ സംസാരിച്ച കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയും അവർ സംസാരിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുക, അങ്ങനെ ചെയ്യുന്നവനാണ് സലഫി എന്ന് സലഫു സാലിഹ്യങ്ങളെ തങ്ങളോട് ചേർത്തുകൊണ്ട് സലഫി പ്രസ്ഥാനങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. ഇതിൻ്റെ ഭാഗമെന്ന നിലയിലാണ് ഈ തിയോളജിക്കൽ ദൈവ തത്വശാസ്ത്രപരമായ ചർച്ചകൾ മുസ്ലിം സമൂഹത്തിൽ പിന്നീട് രൂപപ്പെട്ടിരുന്നുവല്ലോ. ആ ഒരു പശ്ചാത്തലത്തിൽ ഇതിനെ സലഫ് സാലിഹ് എന്ന് പറയുന്ന നോഷനുമായി ചേർത്തുകൊണ്ട് തന്നെ സലഫികൾ അതിനെ ചർച്ച ചെയ്യുന്നത് കാണാം. നമുക്കറിയാം ഇസ്ലാമിക ലോകത്ത് പ്രത്യേകിച്ച് അബ്ബാസി ഖിലാഫത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ധാരാളം ദൈവതത്വശാസ്ത്ര ചർച്ചകൾ സജീവമായി. അതൊക്കെയും താബികളുടെ കാലത്തിന് ശേഷമാണ്.
ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇമാം ഷാഫി, ഇമാം അഹ്മദ് ഹംബലിൻ്റെ കാലത്ത് തന്നെയും മുഅ്തസിലി, അശ്ശരി, പ്രത്യേകിച്ച് മുഅ്തസിലി വിഭാഗങ്ങൾ സജീവമായിരുന്നു. പിന്നീടാണ് അശ്ശരി മദ്ഹബ് സജീവമാവുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇല്ലാതെ, അതായത് ഇമാമുമാരോ സ്വഹാബികളോ താബികളോ സംസാരിക്കാത്ത, കൊണ്ടുവരാത്ത അഖീദാപരമായ ചർച്ചകൾ മുസ്ലിം സമൂഹത്തിലേക്ക് കൊണ്ടുവന്നു എന്നതുകൊണ്ട് സലഫികൾ ഈ തിയോളജിക്കൽ ഗ്രൂപ്പുകളെ റദ്ദ് ചെയ്യുന്നത് നമുക്ക് കാണാം. കാരണം അവർ ഇസ്ലാമിക സമൂഹത്തിൽ പുതിയ മെത്തേഡും പുതിയ ആശയങ്ങളും കൊണ്ടുവന്നതോടുകൂടി മുൻകാല സമൂഹങ്ങൾ പറഞ്ഞ വളരെ സിമ്പിളായ ഇസ്ലാമിൻ്റെ അഖീദയെ കൂടുതൽ സങ്കീർണമാക്കി മാറ്റുകയാണ് അവർ ചെയ്തതെന്നാണ് സലഫികൾ ഈ ഒരു വിഷയത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ കലാം എന്ന് പറയുന്ന തിയോളജിക്കൽ ഡിസ്കഷൻ അല്ലെങ്കിൽ സ്കോളാസ്റ്റിസം എന്ന് വിളിക്കപ്പെടുന്ന ഈ തരത്തിലുള്ള ചർച്ചകളൊക്കെയും അത് ബിദ്അത്ത് തന്നെയാണെന്നും അത് ഗ്രീക്ക് ഫിലോസഫിയുടെയും അവരുടെ ലോജിക്കിൻ്റെയും അനിസ്ലാമിക ചിന്തകളുടെയും അടിസ്ഥാനത്തിൽ മുസ്ലിം സമൂഹത്തിൽ രൂപപ്പെട്ടതാണെന്ന് എന്നതുകൊണ്ട് തന്നെ ബിദ്അത്ത് എന്ന രീതിയിലാണ് അവരതിനെ കാണുന്നത്. എന്ന് മാത്രമല്ല, ഈ ഒരു ചർച്ചകൾ മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് വിഭാഗീയതകൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ മിൻഹ പോലുള്ള ആക്രമണ പരമ്പരകൾ, ഇമാം അഹ്മദ് ഇബ്നു ഹംബലിനെ പോലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർക്ക് പീഡനമേൽക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാക്കിയത് ഈ കലാമിൻ്റെ തിയോളജിക്കൽ ഡിസ്കഷൻ്റെ കാരണമാണ് എന്നവർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതിന് ഈ പറയുന്ന തിയോളജിക്കൽ ഡിസ്കഷൻ്റെ മെത്തേഡിനേക്കാളും അപ്പുറം സലഫി ചർച്ചകളിൽ അവർ അസരി മെത്തേഡാണ് സ്വീകരിക്കുന്നത്. അതായത് ടെക്സ്ച്വൽ ബേസ്ഡായ വ്യാഖ്യാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബികളുടെയും പ്രത്യേകിച്ച് സലഫ് സാലിഹ്യങ്ങളുടെയും അഭിപ്രായങ്ങളിലൂടെ അഖീദയെയും തിയോളജിയെയും അതുപോലെ തന്നെ ലീഗൽ ഡൈമെൻഷനെയും കാണുക എന്ന് പറയുന്ന ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. അതാണ് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പം എന്ന രീതിയിൽ അവരതിനെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ നിലപാടാണ് അവർ അഖീദ, പ്രത്യേകിച്ച് തിയോളജിക്കൽ ഗ്രൂപ്പുകളോട്, സ്കോളാസ്റ്റിക്സ് ഗ്രൂപ്പുകളോട് അവർ സമീപിക്കുന്നത്. അതായത് സലഫ് സാലിഹ്യങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തതാണ് എന്നതുകൊണ്ട് അത് ഈ തരത്തിലുള്ള ചിന്തകൾ മുസ്ലിം സമൂഹത്തെ പ്രശ്നത്തിലേക്കാണ് വരുത്തുന്നതും അതുകൊണ്ട് തന്നെ അത് ഒരു ബിദ്അത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന രീതിയിൽ അവരതിനെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെയാണ് സൂഫി തസവുഫിനോടുള്ള സലഫികളുടെ നിലപാടിൻ്റെയും അടിത്തറ അത് സലഫ് സാലിഹ്യങ്ങളുടെ ജീവിതത്തോട് സമീകരിച്ചു കൊണ്ട് തന്നെയാണ്. അവർ പ്രത്യേകം എടുത്തു പറയുന്നത് ഈ പറയുന്ന പ്രവണതകൾ, പുതിയ രീതികൾ, പുതിയ റിച്വലുകൾ അതൊന്നും സലഫ് സാലിഹ്യങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ബിദ്അത്ത് തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഔലിയാക്കളുടെ വല്ലാണ്ട് മഹിമ പറയുകയും പോരുഷകൾ ഉണ്ടാക്കുകയും അവരെ ഒരു വലിയ പൊസിഷനിലേക്ക് കൊണ്ടെത്തിക്കുന്ന തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ അന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ തങ്ങളുടെ വിഭാഗത്തിൻ്റെ ഷേഖിനോടുള്ള അമിതമായ ഈ ഒരു തഖ്ലീദ്, ബ്ലൈൻഡ് ഫോളോയിങ് എന്ന് പറയുന്നത് അത് സലഫ് സാലിഹ്യങ്ങൾ കാണിച്ചു തന്നതല്ല. അതുകൊണ്ട് തന്നെയും അതിൻ്റെ കൂടെ തന്നെ ഈ ശരീഅത്തിനോട് ശരിയായ നിലപാട് സ്വീകരിക്കാതെ ഒരു അയവ് നിലപാടുള്ള, പലപ്പോഴും പിന്നീട് വന്ന് ചരിത്രഗതിയിൽ ഒരു ശരീഅത്തിനോട് തന്നെ വിമുഖത കാണിക്കുന്ന വിഭാഗങ്ങൾ പോലും ഈ സൂഫി വിഭാഗങ്ങൾക്കിടയിലുണ്ടായി. അതുകൊണ്ട് പോലും എന്താണ് സലഫ് സാലിഹ്യങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ഇവർക്കുണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് തസവുഫിനെ അല്ലെങ്കിൽ സൂഫി വിഭാഗങ്ങളെ ശക്തമായി വിമർശിക്കുകയും അത് സലഫ് സാലിഹ്യങ്ങളുടെ മാർഗത്തിലല്ല എന്ന് പ്രത്യേകം ഊന്നി പറയുന്നത് നമുക്ക് കാണാം. ഈ ഒരു വിഷയത്തിൽ ഒരേ സമയം തന്നെ ഷേഖ് യൂസുഫ് അൽ കർലാവിനെ പോലുള്ള ചില പണ്ഡിതന്മാർ ഒരു സമന്വയ നിലപാടാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയുണ്ടായി. അതായത് ഒരു സൂഫി സലഫി ചിന്താധാരയെ സൂഫിവൽക്കരിക്കണമെന്നും തസവുഫിൻ്റെ അംശങ്ങൾ ഉൾക്കൊള്ളിക്കണമെന്നും അതുപോലെ തന്നെ തസവുഫിൽ സലഫി ധാരകളുടെ സ്വാധീനം കൂട്ടണമെന്ന് പറയുന്ന ഒരു മധ്യമ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതായത് തസ്ലീഫ് സൂഫിയ തസ്വീഫ് സലഫിയ എന്ന് പറയുന്ന ചിന്ത. അതായത് ഒരു ഇസ്ലാമിൻ്റെ ആത്മീയ വശം ലീഗൽ തിയറികളെ അവലംബിക്കുന്നതിനേക്കാളും അപ്പുറം ഇസ്ലാമിൻ്റെ ആത്മീയ വശത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി അതിനെ കാണണമെന്നും അതുപോലെ തന്നെ ഒരു ആത്മീയ വശത്തിന് പ്രാധാന്യം നൽകി ലീഗൽ വിഷയങ്ങൾക്ക് ഒരു പ്രാധാന്യം കുറച്ചു കൊടുക്കുന്ന രീതിയിൽ നിന്ന് മാറ്റി ആത്മീയ സാന്നിധ്യം ഉള്ളതിൻ്റെ കൂടെ തന്നെ
ഇസ്ലാമിൻ്റെ ജീവിത ചിട്ടവട്ടങ്ങളെ അതേപടി സ്വീകരിക്കാനുള്ള ഒരു സമീപനം ഉണ്ടാവണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു മധ്യമ നിലപാട് വേണമെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഷെയ്ഖ് യൂസുഫുൽ കർലാവിനെ പോലുള്ള പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറയുകയുണ്ടായി. അത് നമ്മൾ ഈ ഒരു പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റാണ്. അതിൻ്റെ കൂടെയാണ് ഈ ഒരു സലഫു സാലിഹ്യങ്ങളെന്ന് പറയുന്ന വിഷയത്തിലുള്ള മുസ്ലിം സമുദായത്തിൽ തന്നെയുള്ള മറ്റ് ചില ഗ്രൂപ്പുകളുടെ നിലപാടും കൂടി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് സ്വാഭാവികമായി മുസ്ലിം സമുദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഷിയഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. അവർ എങ്ങനെയാണ് സലഫു സാലിഹീങ്ങൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ സ്വീകരിക്കുന്നത്? അവരുടെ ഈ ഒരു നിലപാട് വെച്ചുകൊണ്ട് തന്നെ സലഫി പ്രസ്ഥാനങ്ങൾ ഷിയാക്കൾക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുന്നത് പോലും സലഫു സാലിഹീങ്ങളുള്ള അവരുടെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഷിഈ കൺസെപ്റ്റ് പ്രകാരം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ള ഒരു അനന്തരം അവകാശം, അതായത് ഒരു ഭരണാധിപത്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് സുന്നികളിൽ നിന്ന് ഷിയാക്കൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ അത് നമുക്കറിയാം, ചരിത്രപരമായി അവരുടെ വിശ്വാസപ്രകാരം അലി റളിയല്ലാഹു അൻഹുവിന് കിട്ടേണ്ടിയിരുന്ന പദവി അത് പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനാണ് നൽകിയതെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു പ്രശ്നമായിട്ട് തന്നെയാണ് ഷീ വിഭാഗങ്ങൾ ഒരു ചരിത്രവായന, അവരുടെ ഒരു ചരിത്രവായന മുന്നിൽ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ ഒരു ഇജ്മാ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ, ഒരു പൊതുവായ ഒരു അഭിപ്രായ നിലപാട് ഉണ്ട് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഷിയാക്കൾ എതിർക്കുന്നുണ്ട്. കാരണം സ്വഹാബത്ത് എന്ന് പറയുന്നത് മുഴുവനായും സ്വീകരിക്കേണ്ട ഒരു വിഭാഗം എന്ന നിലയിലാണല്ലോ സലഫു സാലിഹിൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അവിടെ തന്നെ ഒരു പ്രശ്നമുണ്ട് എന്നാണ്, അങ്ങനെ സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് ഷീ മുസ്ലിങ്ങൾ അതിനെ വിശദീകരിക്കുന്നത്. അത് മാത്രമല്ല, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശയത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ധാരയുടെയും ഒരു പിൻഗാമികൾ, ശരിയായ പിൻഗാമികൾ എന്ന് പറയുന്നത് നബിയുടെ കുടുംബമാണെന്നും അത് അലി റളിയല്ലാഹുവിൽ നിന്ന് തുടങ്ങുന്ന കുടുംബമാണ്, അല്ലെങ്കിൽ ഫാത്തിമയിൽ നിന്ന് തുടങ്ങുന്ന കുടുംബമാണ് എന്ന് പറയുന്ന കാഴ്ചപ്പാടാണ് അവർ മുന്നോട്ട് വെച്ചത്. ഇവിടെ മറ്റൊരു പ്രത്യേകത, ഈ ഒരു അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവന്മാരായ അങ്കിളുമാരായ ജാഫർ ബിൻ അബി താലിബ്, അതുപോലെ അബ്ബാസ് ബിൻ അബി താലിബ്, ബാക്കിയുള്ള ബന്ധുക്കാരായ അഖീൽ, അതുപോലെ മറ്റ് പലരും, ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെയും കുടുംബം, അങ്ങനെ മറ്റ് പലരും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ പോലും ഈ ഷിയഈ മുസ്ലിങ്ങളുടെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് അത് അലിയിലേക്കും ഫാത്തിമയിലേക്കും ഒതുങ്ങുന്നു എന്നത് വിമർശിക്കപ്പെടുന്നൊരു വിഷയം കൂടിയിട്ടാണ്. അപ്പോൾ എന്താണെങ്കിലും അലി റളിയല്ലാഹു അൻഹുവിലേക്ക് മാത്രം ബന്ധപ്പെടുത്തി പറയുന്ന അതാണ് അനന്തരഗാമികൾ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ സ്വഹാബികളെ അവർ രണ്ട് ഗ്രൂപ്പായി തന്നെ തരംതിരിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹുവിനെ അനുകൂലിച്ച സ്വഹാബികളെയാണ് അവർ കൂടുതലും അവരുടെ ഒരു റെഫറൻസായി പരിഗണിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ വിഷയത്തിൽ തന്നെ ഹദീസ് കളക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇമാം ബുഖാരി, മുസ്ലിം പോലുള്ള ഹദീസിനോട് കൂടുതൽ പ്രാധാന്യം അവർ നൽകുന്നില്ല. അവരുടേതായ ഹദീസ് നരേഷനെയാണ് അവർ സ്വീകരിക്കുന്നത്. അത് കാരണം ഈ ഹദീസ് നരേറ്റ് ചെയ്ത പല സഹാബിയോടുള്ള ഇവരുടെ അഭിപ്രായ വ്യത്യാസമാണ് ഇങ്ങനെയുള്ള സഹീഹ് മുസ്ലിം, ബുഖാരി പോലുള്ള ഹദീസ് കളക്ഷൻ അവർ സ്വീകരിക്കാതിരിക്കാൻ കാരണം. അപ്പോൾ അതായത് സ്വഹാബികളുടെയും താബികളുടെയും താബികളുടെയും നമ്മൾ പറയുന്ന ഈ സലഫ് സാലിഹ്യങ്ങളുള്ള ഒരു സെലക്റ്റീവായ സമീപനമാണ് യഥാർത്ഥത്തിൽ ഷിയാക്കൾക്കുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതിൻ്റെ കൂടെ നമ്മുടെ വിഷയത്തിൻ്റെ അവസാന ഭാഗമെന്ന നിലയിൽ നമ്മൾ പറയുന്നത്, ഇന്ന് ഒമാൻ കേന്ദ്രീകരിച്ച് വളരെ സജീവമായ ഒരു വിഭാഗമാണല്ലോ ഇബാദികൾ എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗം. അതായത് അബ്ദുല്ലാഹ് ഇബ്നു ഇബാദ് എന്ന് പറയുന്ന ഒരു പ്രധാന നേതാവിനോട് ചേർത്തുകൊണ്ടാണ് ഇബാദികൾ എന്ന് പറയുന്ന ഈ രൂപം ഉണ്ടായത്. അവരും ഈ ഒരു വിഷയത്തിൽ സലഫ് സാലിഹ് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ഉള്ളവരാണ്. അവരും ഇബാദികൾക്ക് നമ്മുടെ സുന്നി സമൂഹം പൊതുവെ കാണുന്ന 4 ഖലീഫമാരുടെ വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ട്. അതിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടും ഉമർ റളിയല്ലാഹു അൻഹുവിനോടും അവർ ശരിയായ ഖലീഫമാരാണ്, അവരിൽ നിയമസാധുത ഉള്ളവരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അതിൻ്റെ കൂടെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആദ്യഘട്ടം അവർ അംഗീകരിക്കുകയും പിന്നീട് അവസാന
അവസാന ഘട്ടത്തിലേക്ക് മുസ്ലിം സമൂഹത്തിൽ ഫിത്ന ഉണ്ടായ ഒരു ഘട്ടമാണല്ലോ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അവസാന കാലഘട്ടം. അതിൽ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ തന്നെ കയ്യിൽ നിന്ന് സംഭവിച്ച ചില പ്രശ്നങ്ങളാണ് എന്നാണ് അവർ പറയുന്നത്. പിന്നീട് സ്വാഭാവികമായും അലി റളിയല്ലാഹുവിൻ്റെ തെരഞ്ഞെടുപ്പും അതിനുശേഷം അലി റളിയല്ലാഹുവിനും മുആവിയ റളിയല്ലാഹുവിനും തമ്മിലുള്ള പ്രശ്നങ്ങളും അത് ഇവരോട് ഒരു പ്രതിലോമകരമായ സമീപനം സ്വീകരിക്കുവാൻ ഇബാദികളെ പ്രേരിപ്പിച്ചു എന്നതും കൂടി നമുക്കറിയാം. ഇതിനൊരു മെയിൻ കാരണം ചരിത്ര പണ്ഡിതന്മാർ ഈ ഇബാദികളെ ഖവാരിജികളുടെ പിൻഗാമികൾ എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. കാരണം ഖവാരിജികളുടെ ഒരു ചിന്തകളുടെ സാദൃശ്യം ഇബാദികളുടെ രീതികളിൽ അവരുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാം. കാരണം അലി റളിയല്ലാഹുവിനെയും അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹുവിനെയും അതിൻ്റെ കൂടെ തന്നെ അംർ ബിൻ ആസ് റളിയല്ലാഹുവിനെയൊക്കെ വധിക്കുവാൻ തീരുമാനിച്ചത് ഖവാരിജികൾ തന്നെയാണല്ലോ. അത് കാരണം അവരുടെ കാഴ്ചപ്പാട് പ്രകാരം അള്ളാഹുവിൻ്റെ ഇനിൽ ഹുക്കും ഇല്ലാലില്ല, അള്ളാഹു അല്ലാതെ വേറെ ആൾ വിധിക്കാൻ പാടില്ല എന്ന് പറയുന്ന തീരുമാനത്തെ ഈ സന്ധി സംഭാഷണങ്ങളിലൂടെ രണ്ട് പ്രധാനപ്പെട്ട സഹാബികളും അവർ കയ്യിലെടുക്കുകയാണ് ഉണ്ടായത്. അത് ശരിയല്ല എന്ന നിലപാടാണ് എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടായിരുന്നല്ലോ ഇവർക്കുണ്ടായത്. അതിനോട് സദൃശ്യമായ കാഴ്ചപ്പാട് തന്നെയാണ് ഇപ്പോഴും ഇബാദികൾ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സുന്നികൾ അതായത് സുന്നി സമൂഹം സ്വീകരിക്കുന്ന ആ ഖിലാഫത്തിൻ്റെ രീതികളോടോ അല്ലെങ്കിൽ ഷിയാക്കൾ സ്വീകരിക്കുന്ന ഒരു കുടുംബ ലീനേജിൻ്റെ ഒരു ഭാഗം എന്ന നിലയിലോ അല്ല ഇവരുടെ ഒരു ഇമാമത്ത് കൺസെപ്റ്റ് ഉള്ളത്. അതായത് ആർക്കാണോ യോഗ്യതയുള്ളത് അത് ഫാമിലിയിൽ നിന്നാവട്ടെ അല്ലെങ്കിൽ ഗോത്രത്തിൽ നിന്നാവട്ടെ യോഗ്യതയുള്ളവൻ തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് അവർക്കുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഇമാമെന്ന് പറയുന്നത് ഷീ കാഴ്ചപ്പാട് പ്രകാരം ഇമാമെന്ന് പറയുന്നത് മഅസൂമാണ്, തെറ്റ് സംഭവിക്കാത്ത ആളാണ്. അതിന് വിരുദ്ധമായി ഇവർ പറയുന്നത് ഇമാമെന്ന് പറയുന്നത് അങ്ങനെ തെറ്റ് സംഭവിക്കാം, നീ ആ ഇമാം ഏതെങ്കിലും തരത്തിൽ അനീതി ആണ് മർദ്ദക നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ, അതായത് ഭരണകർത്താവ് മർദ്ദക നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ അവരെ അധികാരത്തിൽ നിന്ന് തന്നെ നീക്കാനുള്ള ഒരു അവകാശം മുസ്ലിം സമൂഹത്തിനുണ്ട് എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടും കൂടെ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുരുക്കമെന്ന് പറയുന്നത് ഇവർക്കും സലഫ് സാലിഹ്യങ്ങളോട് ഒരു സെലക്റ്റീവായ സമീപനം തന്നെയാണ് ഇവർക്കുമുള്ളത്. ഈ രീതികളിലൂടെയാണ് സലഫ് സാലിഹ് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ തന്നെ വൈജ്ഞാനിക വ്യവഹാരങ്ങളിലും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ചരിത്രപരതയിലും ഏറ്റവും പ്രധാനപ്പെട്ട പദപ്രയോഗമായ ഈ സലഫ് സാലിഹിനോട് മുസ്ലിം സമൂഹത്തിലെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ സമീപനം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇബാദികളുടെ ഈ നിലപാട് ഉള്ളതുകൊണ്ട് സലഫി പ്രസ്ഥാനങ്ങൾ ഇവരോട് ഷിയാക്കളോട് പോലുള്ള സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത്. അതായത് സലഫ് സാലിഹ്യങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി സമീപനം സ്വീകരിക്കുന്നത് കൊണ്ടും അതിൻ്റെ കൂടെ അവരുടെ അതായത് 4 ഖലീഫന്മാരും താബികളുമെല്ലാം ഇസ്ലാമിൻ്റെ തന്നെ അടിയാധാരമായ മാതൃകകളായി എന്നതുകൊണ്ടും അവരോട് സെലക്റ്റീവായ സമീപനം സ്വീകരിക്കുന്നു എന്നത് അത് ഇസ്ലാമികമല്ല എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ വിമർശനം ഉന്നയിക്കുന്നത് നമുക്ക് കാണാം. ഈ തരത്തിലാണ് സലഫ് സാലിഹ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒരു 2-3 തലമുറകൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലും ഇസ്ലാമിൻ്റെ വൈജ്ഞാനിക വ്യവഹാരങ്ങളിലും മുസ്ലിം വിവിധ വിഭാഗങ്ങളുടെ മെത്തഡോളജികളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.